ആകാശത്തൂടെ ഒരു ട്രെയിൻ യാത്ര. ക്വിൻഗായ് തിബറ്റ് റെയിൽപാതയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 5702 മീറ്ററാണ്. സ്വർഗത്തിലേക്കുള്ള പാത, ആകാശപാത തുടങ്ങി നിരവധി വിശേഷണങ്ങളുള്ള ഈ റെയിൽപാത സാഹസിക പ്രേമികളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ക്വിൻഗായ് പ്രവിശ്യയിലെ ഷീനിങ് പ്രവിശ്യ മുതൽ തിബറ്റിലെ ലാസ വരെ 1956 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാത. നൂറ്റാണ്ടുകളായി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാലും കാലാവസ്ഥയാലും പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരിടമായിരുന്നു തിബറ്റ്. 2006 ക്വിൻഗായ് തിബറ്റ് റെയിൽപാത വരുന്നതുവരെ സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഭൂഭാഗമായി ഇത് മാറിയിരുന്നു. 2006 പാത ലോഞ്ച് ചെയ്തതു മുതൽ അഭൂതപൂർവമായ തിരക്കാണിവിടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത്യുന്നതങ്ങളിലൂടെയുള്ള ഈ യാത്ര ആസ്വദിക്കാനായി നിരവധി യാത്രക്കാരാണ് എത്തുന്നത്. മഞ്ഞുപാളികൾ, കൊടുമുടികൾ, ഉപ്പ് തടാകങ്ങൾ, മനോഹരമായ ഗ്രാമങ്ങൾ തുടങ്ങി കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് യാത്ര പൂർത്തിയാക്കാം. $4.2 ബില്യൺ ചെലവഴിച്ചുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഈ റെയിൽപാത പൂർത്തിയാകുന്നത്. ദുർബലമായ ആവാസ വ്യവസ്ഥ, ഓക്സിജന്റെ കുറവ് തുടങ്ങി നിരവധി വെല്ലുവിളികളെ മറികടന്നുകൊണ്ടായിരുന്നു പാതയുടെ നിർമ്മാണം. തുടർച്ചയായി ഭൂമികുലുക്കങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശത്തുകൂടിയാണ് ഈ പാത കടന്നുപോകുന്നത്. തന്നെയുമല്ല, അന്നത്തെ കാലത്ത് ഇത്രയധികം പണം ചെലവഴിക്കാൻ ചൈനയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൃഢനിശ്ചയത്തിന് മുന്നിൽ ആ തടസ്സങ്ങളെല്ലാം വഴിമാറുകയായിരുന്നു. പാതയുടെ വരവോടെ തിബറ്റിന്റെ വ്യാപാരം മെച്ചപ്പെട്ടു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ ഉയരം കൂടുന്തോറും യാത്രികർ നേരിടുന്ന വെല്ലുവിളികളും ഏറെയായി. അതിനാൽ തന്നെ ഈ വെല്ലുവിളികളെ മറികടക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് ഇതുവഴി കടന്നുപോകുന്ന ട്രെയിനുകളുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഓക്സിജന്റെ സംവിധാനമാണ്. 4000 മീറ്റർ ഉയരത്തിൽ യാത്ര ചെയ്യുന്നതിനാൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഓക്സിജൻ വിതരണ സംവിധാനം അത്യാവശ്യമാണ്. ഓക്സിജൻ സപ്ലൈ ട്യൂബുകളും സ്വകാര്യ മാസ്കുകളും ക്യാബിനുകളിൽ ലഭ്യമാണ്. ഇതെല്ലാം പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുക. ബജറ്റ് ഫ്രണ്ട്ലിയായ സ്ലീപ്പർ ബർത്തുകൾ, സോഫ്റ്റ് സ്ലീപ്പർ ക്യാബിനുകൾ എന്നിവയും ഈ ട്രെയിനിലുണ്ട്. ചൈനീസ്, തിബറ്റൻ രുചിയിലുള്ള ഭക്ഷണം യാത്രക്കാർക്ക് ലഭിക്കും. ഏഷ്യൻ വെസ്റ്റേൺ ടോയ്ലറ്റുകളുണ്ട്. ഏതെങ്കിലും വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ മെഡിക്കൽ വിദഗ്ധരുടെ സേവനവും ലഭ്യമാണ്.